ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഒരിക്കൽ കൂടെ ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിന്റെ വചനവുമായി ഭാവിയായി നിൽക്കുവാനും അവിടുന്ന് ഇടയാക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ വായിക്കുന്നു, ശ്രവിപ്പിൻ. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ ഉളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാവുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് പ്രവാചകൻ. അതായത് ഈ പ്രവചനം 3 വലിയ പ്രവചനങ്ങളുള്ളതിൽ ഏറ്റവും വലിയ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 66 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിലാണ്. ആ യെശയ്യാ പ്രവാചകനായിരിക്കുന്ന വ്യക്തി ഇവിടെ കാണുന്ന ഒരു ദർശനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന. പ്രിയമുള്ളവരെ, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എവിടെയാണ് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്? സ്വർഗത്തിൽ അധിവസിക്കുന്ന കർത്താവ്, സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന കർത്താവ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ കർത്താവ്, പ്രപഞ്ചത്തിന്റെ നാഥനായ നാഥൻ നമ്മോട് കൂടെ വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകനിൽ കൂടെ അവിടെ വാഗ്ദത്തം ചെയ്യുകയാണ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്നാണ്. അവന്റെ വസ്ത്രം, ഹല്ലേലൂയ, നാം ധരിക്കുന്ന വസ്ത്രമല്ല, പിതാവായ ദൈവം ധരിച്ചിരുന്ന വസ്ത്രം. ആ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മൊത്തം മന്ദിരത്തെ നിറച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാമീപ്യം ആ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടാതെ പറയുന്നത് സാറാബുകൾ അവന് ചുറ്റും നിന്നു. ഒരുത്തനോട് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രവിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, സാറാബുകൾ അവന് ചുറ്റും നിന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപാട് പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: 24 മൂപ്പന്മാരും 4 ജീവികളും ആബാലവൃത്തം ദൂതഗണങ്ങളും ഇടതടവില്ലാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതികളിന്മേൽ അധിവസിക്കുന്ന കർത്താവിനാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാറാവുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ഈ ചിറകിന്റെ ഫലം നമുക്കിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറക് കൊണ്ട് മുഖം മൂടി. പ്രിയമുള്ളവരെ, ഇവിടെ ദൂതഗണങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ ദൈവത്തിനെ പരിപാലിക്കുന്ന, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന സാറാവുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സാറാവുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി. അപ്പോൾ ഈ 6 ചിറകിൽ നിന്ന് 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടുന്നു, 2 ചിറക് കൊണ്ട് അവർ കാൽ മൂടുന്നു. അടുത്ത് 2 ചിറക് കൊണ്ട് അവർ പറന്നു പോവുകയാണ്. ആ പറന്നു പോകുന്ന അവസ്ഥയിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു എന്നാണ്. നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിപ്പാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്ത ആ വാഗ്ദത്ത വചനങ്ങൾ, സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾ, സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങൾ, എപ്രകാരമാണ് ദൈവം നമ്മെ വഴി നടത്തിയെന്ന് ഓർത്ത്, ആ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ ഓരോ ദിവസവും പരിപാലിക്കുന്ന ദൈവത്തിന്
സ്തോത്രം കരയറ്റാൻ സാധിക്കും, സ്തോത്രയാഗമെന്ന അർപ്പണം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ സാറാഫുകൾ സ്വർഗത്തിലെ ദൈവത്തെ ഇടതടവില്ലാതെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആ നിർമ്മലതയോടുകൂടെ ആയിരിക്കുന്ന ദൈവത്തെ അവർ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും പ്രിയമുള്ളവരെ? നമ്മൾ എത്ര പേർക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ ആയിരിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇവിടെ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്ന? 19-ാമത്തെ സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. പകൽ പകലിന് വാക്കുപഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സൃഷ്ടി എപ്രകാരമുള്ളതാണെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. നമ്മുടെ ഓരോ അവയവങ്ങളെ എപ്രകാരം സൃഷ്ടിച്ചിട്ടുണ്ട്? ഓരോ അവയവങ്ങളെയും നമ്മുടെ ശരീരത്തെ മെനഞ്ഞ കർത്താവ് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് ഓരോ അവയവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ആർക്കും തന്നെ ചിന്തിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു വിധത്തിൽ നമ്മുടെ ശരീരത്തെ മെനഞ്ഞിരിക്കുന്ന കർത്താവ് എന്തുകൊണ്ടാണ് നമ്മെ മെനഞ്ഞതെന്ന് അറിയാമോ? ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. പക്ഷേ ഈ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നിർമ്മിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ പാപത്തിൽ വീണപ്പോൾ, ദൈവത്തിന്റെ തേജസ് അവന് നഷ്ടമായപ്പോൾ, ദൈവത്തിന്റെ മഹിമയിൽ നിന്നും അവൻ പിന്മാറിപ്പോയപ്പോൾ, ആ ദൈവത്തിന്റെ പ്രസന്നത അവന് നഷ്ടമായി തീർന്നപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അവന് നഷ്ടമായി തീർന്നപ്പോൾ, അവൻ പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടപ്പോൾ ആ ദൈവവും അവനും തമ്മിലുള്ള ബന്ധം വിട്ടുമാറി. പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണുകൾക്ക് അടിമപ്പെട്ടവരുണ്ട് കർത്താവെ, നെറ്റുകൾക്ക് അടിമപ്പെട്ടവരുണ്ട്, മീഡിയകൾക്ക് അടിമപ്പെട്ടവരുണ്ട്. ഓരോ മീഡിയയിൽ കൂടെ വരുന്ന ഓരോ റീൽസും കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം പ്രിയമുള്ളവരെ. അവർ റീൽസ് കാണുവാൻ വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരും സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ച ആ ദൈവത്തെ മറന്നുകൊണ്ട് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഓരോരോ കാര്യാദികളെയും, ഇന്ന് ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഹിതകരമല്ലാത്ത ഓരോ കാര്യാദികളെയും മനുഷ്യൻ വീക്ഷിച്ചുകൊണ്ട് ആ വീക്ഷണത്തിൽ മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഈ ലോകത്തിൽ കാണുന്നു പ്രിയമുള്ളവരെ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാറാവുകൾ ആർക്കുന്ന ശബ്ദം കൊണ്ട് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ സാറാവുകളാവുന്ന ജീവികൾ അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട്, സ്വർഗത്തിലെ ദൈവത്തെ അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട്, ആർപ്പൻ ധ്വനി കൊണ്ട്, അല്ലെങ്കിൽ ആർപ്പൻ തേജസ് കൊണ്ട്, ആ സാറാവുകൾ സ്വർഗത്തിലെ ദൈവത്തെ നമസ്കരിക്കുന്ന ആ നമസ്കാര ശക്തി കൊണ്ട് ആ ഉമ്മരപ്പടികൾ കുലുങ്ങിയെന്നാണ്. കൂടാതെ ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആലയം പുക കൊണ്ട് നിറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആലയം പുക കൊണ്ട് നിറയത്തുള്ളൂ. കാരണം ദൈവം മോശയ്ക്കെല്ലാം വെളിപ്പെട്ടപ്പോൾ, മോശയ്ക്കെല്ലാം ദർശനം കൊടുക്കുന്ന സമയത്തെല്ലാം ദൈവത്തിന്റെ സാമീപ്യം തീച്ചൂളയിൽ കൂടെ ആയിരുന്നു, പുക കൊണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അനുഭവമുള്ള ഒരു ജനതയായി നാം മാറണമെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ വചനം നാം വായിക്കുക, അതിന് പ്രകാരം ജീവിക്കുക, അതിന് പ്രകാരം നടക്കുക പ്രിയമുള്ളവരെ. കൂടാതെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സംഭവ ബഹുലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അധിവസിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് എപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് ഓർത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മടങ്ങി വരാമോ പ്രിയമുള്ളവരെ? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യെശയ്യാവ് അന്ന് നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ മസിയെ വസിക്കുന്ന ഒരു മനുഷ്യനെന്ന് അവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മോടും കൂടെ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ മധ്യ വസിക്കുന്ന നാം ഓരോരുത്തരും എപ്രകാരമാണ് ഈ നമ്മുടെ ജീവിത നൗകയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയാണോ, ടിവികളിൽ കൂടെയാണോ, അതല്ലെങ്കിൽ നെറ്റ്വർക്കുകളിൽ കൂടെയാണോ, മീഡിയകളിൽ കൂടെയാണോ, അതോ വല്ല റീൽസുകളും കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണോ, അതോ
ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ, ദൈവം ആരെന്നറിയാതെ, ദൈവത്തിന്റെ വചനത്തെ ത്യജിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സാമീപ്യം ത്യജിച്ചുകൊണ്ട്, ദൈവത്തെ ദൂരെ എറിഞ്ഞുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടെ മുമ്പിലുള്ളത്? പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളുക. ഇവിടെ ദൈവം പറയുന്നു, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് ഇവിടെ യെശയ്യാവ് പ്രവചനത്തിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, നാം ഇന്നായിരിക്കുന്നത് അവിശ്വാസികളോടുകൂടെയുള്ള ഒരു ജീവിതമാണ്. പ്രിയമുള്ളവരെ, അവിശ്വാസികളോടൊപ്പം നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു കാരണവശാലും തിരസ്കരിക്കപ്പെടുവാൻ, ത്യജിക്കപ്പെടുവാൻ അനുവദിക്കരുത്. നാം ആരുടെ മധ്യ പാർത്തിരുന്നാലും ഏത് അഴുക്ക് ചാലിൽ തന്നെ നാം പാർത്തിരുന്നാലും നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുമെങ്കിൽ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമാവുന്ന അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാരമുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലെ അയക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നും എന്നും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മ ഓരോരുത്തരെയും ഭരിച്ചു വഴി നടത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ, ഏകാഗ്ര മനസ്സോടുകൂടെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വചനം വായിക്കുവാൻ തക്കവണ്ണം, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും എല്ലാവരെയും സഹായിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.